ചീര കൃഷി ചെയ്യുന്നതിന് ഗ്രോ ബാഗുകൾ തന്നെ വേണമെന്നില്ല. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റിജിനാസ് ചെന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ കാണാൻ പോകുന്ന വീഡിയോ ചുവന്ന ചീരയുടെ തൈകൾ പറിച്ചു മാറ്റി നട്ട് ആ ചീരച്ചെടികൾ പാകമായി നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ മിസ് ചെയ്യാതെ കാണുക. ചീര തൈകൾ പറിച്ച് മാറ്റി നടുമ്പോൾ ഞാൻ തക്കാളിയുടെ തൈയും പച്ചമുളകിൻ്റെ തൈയും കൂടി ഗ്രോ ബാഗുകളിൽ മാറ്റി നട്ടിരുന്നു. പച്ച ചീര കൃഷിയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീര തൈകളെല്ലാം ഗ്രോ ബാഗുകളിലായി പിരിച്ച് മാറ്റി നട്ടിരിക്കുകയാണ്. എല്ലാം കണ്ടോ, വളർന്ന് ഏകദേശം ഒരു ചെറിയ പരുവത്തിനായിരിക്കുകയാണ്. 2 ആഴ്ചയോളമായി പിരിച്ച് നട്ടിട്ട് കേട്ടോ. ഞാൻ ചീരത്തൈകൾക്ക് നൽകുന്ന വളം പച്ച ചാണകം പുളിപ്പിച്ച് അതിൽ 3 ഇരട്ടി വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഓരോ ചെടികൾക്കും നൽകുന്നത്. ചീരച്ചെടികളെല്ലാം 20 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല വളർച്ച എത്തിയിരിക്കുകയാണ്. കണ്ടോ, എല്ലാം നന്നായിട്ട് വളർന്ന് ഇലകളൊക്കെ വലുതായി നല്ല പൊക്കം വെച്ച് നിൽക്കുകയാണ്. ചീരച്ചെടികൾക്കുള്ള ഗ്രോ ബാഗ് തയ്യാറാക്കുമ്പോൾ അതിൽ അടിവളമായി ചേർക്കുന്നത് ചാണകപ്പൊടി, ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ മണ്ണുമായി മിക്സ് ചെയ്ത് കൂട്ടിക്കലർത്തിയതിന് ശേഷമാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത്. എന്നിട്ട് ആണ് ചീരത്തൈകൾ പറിച്ചതിലേക്ക് മാറ്റി നടുന്നത്. ഉണങ്ങി പൊടിച്ച ചാണകവും അതിൻ്റെ കൂടെ കൊന്ന ഇലയും കൂടി ചേർത്ത് അതിൽ കുറച്ച് ദിവസം വെള്ളം ഒഴിച്ച് വെച്ച് എന്നും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്ത് അതിൽ ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് ചീരച്ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് ചീരച്ചെടികൾ വളരുവാൻ സഹായിക്കുന്നു. ഞാൻ ചാണകം കിട്ടാത്തപ്പോൾ, പച്ച ചാണകം കിട്ടാത്തപ്പോൾ അങ്ങനെയാണ് മിക്കവാറും ചെയ്യാറുള്ളത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത് കേട്ടോ. ചീര ഇലകളിൽ ധാരാളം വൈറ്റമിനുകളും പോഷക ഗുണങ്ങളും അടങ്ങിയതാണ്. എൻ്റെ മോളുടെ മുഖത്ത് വലിയ വട്ടത്തിനുള്ള പാടുകൾ പോലെ വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് ഇലക്കറികൾ ധാരാളം കൊടുക്കുവാനാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് ചീര ഇലകൾ തോരൻ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ മുഖത്ത് നന്നായിട്ട് അടയാളങ്ങൾ മാറി വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളിലും മുതിർന്നവരിലും ഇലക്കറികൾ ധാരാളം അസുഖങ്ങൾക്ക് പരിഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചീര തൈകൾ നട്ട് ഒന്ന് കൃഷി ചെയ്ത് നോക്കൂ. ചീര കൃഷി ചെയ്യുന്നതിന് ഗ്രോ ബാഗുകൾ തന്നെ വേണമെന്നില്ല. ഒഴിഞ്ഞിരിക്കുന്ന അരി വാങ്ങിയ സഞ്ചി, പഴയ പെയിൻറ്റ് ബക്കറ്റുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാം. ഞാൻ ഗ്രോ ബാഗിൽ മാത്രമല്ല കൃഷി ചെയ്തിരിക്കുന്നത്. ഒഴിഞ്ഞ അരി വാങ്ങിയ സഞ്ചി, പഴയ പെയിൻറ്റ് ബക്കറ്റുകൾ ഇതിലെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. ചീര കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ ചീരത്തൈകൾ നടുവാൻ. ഞാൻ ചീരത്തൈകൾ പറിച്ച് നട്ടിരിക്കുന്ന സ്ഥലത്ത് നല്ലതുപോലെ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കണ്ടോ, നന്നായിട്ട് കാറ്റും വെയിലും ഉണ്ട്. നന്നായിട്ട് കാറ്റടിച്ച് ചെടികൾ ആടുന്നത് കണ്ടോ. ഞാൻ നട്ടിരിക്കുന്ന ചീര വിത്ത് ഇതാണ്ട് ഈ കാണുന്ന അമരാന്തസ് പിങ്ക് എന്ന് പറയുന്ന കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ വിത്തുകളാണ്. നല്ല ഇനം വിത്തുകളാണിത്. രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള വിത്തുകളാണ്. അതിനാൽ ചീരയിൽ അധികം കേടോ കീടബാധയോ ഒന്നും ഏറ്റിട്ടില്ല. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞാൻ ഈ ചീരയിലയിൽ നല്ലതുപോലെ നനച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചീര ഇലകൾ നമ്മൾ തന്നെ കൃഷി ചെയ്ത് അതിൽ നിന്ന് വെട്ടിയെടുത്ത് ചീര തോരൻ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരത്തോരൻ നമുക്ക് കഴിക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ വാടി വെള്ളമൊക്കെ കുടഞ്ഞിട്ടിരിക്കുന്ന ചീര ഇലകളെക്കാളും ഏറ്റവും അധികം ടേസ്റ്റാണ് നമ്മൾ അപ്പോൾ തന്നെ പോയി വെട്ടി ഫ്രഷായിട്ട് ചീരത്തോരൻ വെച്ച് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാ പേരും ഇതുപോലൊക്കെ ഒന്ന് ചീര കൃഷി ചെയ്യാൻ ശ്രമിച്ച് നോക്കുക. വിജയിക്കുക തന്നെ ചെയ്യും, ഉറപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.